എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡും പാലും വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1/2 ലിറ്റർ പാലാണ് ഒഴിച്ചെടുക്കുന്നത്. 500 ml പാല്. തീ കത്തിക്കാതെയാണ് നമ്മൾ പാൽ ഒഴിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് മുട്ടയും കൂടി മിക്സാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ മുട്ടയും കൂടി മിക്സാക്കിയതിന് ശേഷമാണ് സ്റ്റവ് കത്തിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതിലേക്ക് 2 മുട്ട എടുത്തിട്ടുണ്ട്. ഈ 2 മുട്ട നന്നായിട്ട് 1 സ്പൂൺ കൊണ്ട് ബീറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുട്ട ബീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനിയാണ് സ്റ്റവ് കത്തിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കാം. വാനില എസൻസ് കുറച്ച് കൂടുതൽ അയച്ചിട്ടും കുഴപ്പമൊന്നുമില്ല. മുട്ടയുടെ സ്മെല്ലൊന്നും തീരെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാനില എസൻസ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വാനില എസൻസ് കയ്യിലില്ലാച്ചെങ്കിൽ ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുത്താൽ മതി. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ്. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മളിതിൽ മുട്ട ചേർത്തെടുത്തുകൊണ്ട് ചെറുതായിട്ടൊന്ന് കുറുകിയ പരുവത്തിൽ തന്നെ ആയിരിക്കും ഇതുണ്ടാവുക. ഇനി ഇതൊന്ന് തിളച്ച് വരാനാകുമ്പോൾ ഇതിലേക്ക് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ കലക്കിയെടുത്തതാണ്. അതിലേക്ക് ഒഴിച്ചെടുക്കാം. ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പുഡിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. ഇതിലാണ് നമ്മളിത് സെറ്റ് ചെയ്ത് വെക്കുന്നത്. കുറച്ച് ബ്രെഡ് 4 സൈഡും കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ അടിയിൽ നിരത്തി വെച്ചെടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് ചൂടോട് കൂടി തന്നെ നമ്മുടെ ബാറ്റർ ഒഴിച്ചെടുക്കാം. കുറച്ച് ഒഴിച്ചെടുക്കുക. ഇത് നട്ട്സ് കയ്യിലുണ്ടെങ്കിൽ കുറച്ച് നട്ട്സ് പൊടിച്ചെടുത്തിട്ട് ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ആദ്യം ചെയ്ത പോലെ തന്നെ ബാക്കിയുള്ള ബ്രെഡ് ഇതിന് മുകളിലായിട്ട് വെച്ചെടുക്കാം. ഇതിന് മുകളിലായിട്ട് ബാക്കിയുള്ള മുഴുവൻ ബാറ്ററും ഒഴിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള നട്ട്സും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നട്ട്സ് ഇല്ലാച്ചെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നട്ട്സ് ഇല്ലാതെയും ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഫ്രിഡ്ജിൽ 1 മണിക്കൂറെങ്കിലും വെച്ചിട്ട് വേണം ഇത് കഴിക്കാൻ. നല്ല തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം തണുപ്പിച്ചെടുത്തതാണിത്. പുഡിങ് നല്ലോണം സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. പുഡിങ് ഇതുവരെ ഉണ്ടാക്കി പരിചയമില്ലാത്തവർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു പുഡിങ്ങാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്